ഇപ്പോൾ പ്രതിപക്ഷ നേതാവില്ലേ, അദ്ദേഹം കുറേ ഇങ്ങനെ കള്ളമൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ട് ഫേസ്ബുക്കിൽ കുറേ ആളുകൾ സതീശൻ്റെ നുണകൾ എന്താ പറഞ്ഞൊരു പേജ് തുടങ്ങി. അപ്പം അതിൽ ഡെയിലി അവർ ശരിക്കും പുള്ളി ഒരു നുണ പറയുമ്പം അത് പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പറയാം, അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അവർക്കും ഇങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഡെയിലി ഒരു പോസ്റ്റില്ല, ഡെയിലി മൾട്ടിപ്പിൾ പോസ്റ്റ് ഇടേണ്ടി വരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. പുള്ളി ഇടപെട്ട് കനകോലു ടീമൊക്കെ ഇടപെട്ടിട്ട് ആ പേജ് പൂട്ടിച്ചു. അത് പൂട്ടിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ നുണേശൻ്റെ നുണകളെന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടാക്കി. അപ്പോൾ അതിലും പുള്ളി ഇങ്ങനെ പുള്ളി കാരണം കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിലും കുറേ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനും ഭയങ്കര സ്വീകാര്യത കിട്ടി. അപ്പോൾ വീണ്ടും കനകോലു ഇടപെട്ട് പൂട്ടിച്ചു. അപ്പോൾ പൂട്ടിക്കുന്ന എങ്ങനെയാണ്, അതായത് ഫേസ്ബുക്കിന് പരാതി കൊടുക്കും, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ഭയങ്കര അധിക്ഷേപമാണ് എന്നൊക്കെ ഉള്ള നിലയിലായിരിക്കാം. ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, ചെറിയ ആളല്ല, പ്രധാനപ്പെട്ട പദവിയാണ്, രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിനെ കേരളത്തിൽ നയിക്കുന്ന ആള് നുണ പറയുന്നത് കൊണ്ട് അത് ആളുകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അതിൻ്റെ സത്യാവസ്ഥ കാണിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ആൾക്കാരെത്തി. 1. 2, അത് അവർക്ക് ഓവർ ടൈം പണിയെടുക്കേണ്ടി വരുന്നു. കാരണം പുള്ളി ഇത് നിർത്തുന്നില്ല. ഇപ്പോൾ പുള്ളി എന്നിട്ട് അതിന് പിന്നെ ഇവർ കോൺഗ്രസിൻ്റെ PR ടീം പരാതിയും കൂടെ കൊടുത്ത് അത് പൂട്ടിക്കാന്നെങ്കിൽ അതിലും എളുപ്പം നുണ പറയുന്നത് നിർത്തുന്നതല്ലേ. അല്ലെങ്കിൽ പിന്നെ സത്യനേഷൻ്റെ സത്യങ്ങൾ എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങാം. പക്ഷെ കണ്ടന്റ് വേണ്ടേ, അതിൽ കണ്ടന്റ് ഇടാനാണ് പുള്ളി സത്യം പറയണം. ഇതിന് മുന്നേ പുള്ളി ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഞാൻ ചെറിയ കള്ളങ്ങളൊക്കെ പറയും, ഇങ്ങനെയൊക്കെ കാണിക്കുന്നു സ്റ്റേജിലൊക്കെ നിന്ന്. അപ്പോൾ അതൊക്കെ നമുക്കൊരു തമാശയായിട്ട് കാണാം. ഇന്നലെ കണ്ട പുള്ളി പറഞ്ഞ് കെ സുധാകരൻ വൈകാരികമായി ഇട്ട ഒരു പോസ്റ്റ് ഉണ്ടല്ലോ ഫേസ്ബുക്കിൽ, പുള്ളിക്ക് സീറ്റ് കൊടുത്തില്ല. പുള്ളി സീനിയർ ലീഡറല്ലേ കോൺഗ്രസിലെ, പുള്ളിക്ക് സീറ്റില്ല. അപ്പോൾ പുള്ളി അതിനെ പറ്റിയിട്ട പോസ്റ്റ് പുള്ളി ഇട്ടതല്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളി വന്ന് പറഞ്ഞു ഞാൻ ഇട്ടതാണ് എന്ന് പുള്ളി വെളിപ്പെടുത്തി. ശരി, എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, പരിശോധിക്കാം, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹമായി ഒന്ന് സംസാരിക്കട്ടെ, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തീർന്ന വഴിയാ. പുള്ളി ഇട്ടതല്ല. കെ സുധാകരൻ തന്നെ ഞെട്ടിപ്പോയി. ഞാനാണല്ലോ പുള്ളി തന്നെ അത് പറഞ്ഞു. ഇപ്പം ഏറ്റവും അടുത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തോ കാര്യം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇല്ല അത് ഞാൻ അറിഞ്ഞിട്ടില്ല സത്യമായിട്ട്. അപ്പം ആ അവസ്ഥയെ പുള്ളി എത്തിയിരിക്കുകയാണ്. ഇപ്പം ആ ടീം തന്നെ ഒരു ഇതിൻ്റെ 3.0 എന്ന് പറഞ്ഞ് പേജിൻ്റെ പേര് എനിക്കറിയില്ല, എന്തായാലും അവർ 3ാമത് ഒരു പേജ് ഉണ്ടാക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ആ പേജിൽ കണ്ടന്റ് കുറയ്ക്കാനുണ്ടെങ്കിൽ ഇദ്ദേഹം ശ്രദ്ധിക്കണം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും, കാരണം എനിക്കിത് അറിയണമെന്നുള്ളതുകൊണ്ട്. അങ്ങനെ പലരും ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം, ഒരു കേരളീയൻ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം പുള്ളി കള്ളം പറയുന്നതൊന്ന് കുറയ്ക്കെങ്കിലും വേണം എന്നാണ്. വെറുതെ പറഞ്ഞാൽ ഞാൻ അതുപോലത്തെ നോണയൊക്കെ പറയും.